ഇങ്ങോട്ടിട്ടുണ്ടാക്കാൻ വരല്ലേ മോനെ. 8ൻ്റെ പണി ഇനിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവും. ഞങ്ങളെ നിന്നെയൊക്കെ തീർക്കണമെന്ന് വിചാരിച്ചാൽ തീർത്തു തന്നെ പോകും. നിൻ്റെയൊക്കെ മഹത്വം ഇങ്ങോട്ട് പറഞ്ഞ് വരണ്ട. പറയുന്നത് ഇന്ത്യയാണ്. പറയുന്നത് ആരോടാണ്? പാകിസ്ഥാനോടാണ്. അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ ഇപ്പോൾ വല്ലാത്ത ഒരു തിളപ്പാണ്. അതായത് ഇന്ത്യയെ തകർക്കും, ഇന്ത്യയെ തീർക്കും, ഇന്ത്യയെ തീർത്തിട്ടേ ഞങ്ങൾക്കിനി സമാധാനമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിളക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് UN രക്ഷാസമിതിയിൽ ഒരു ചർച്ച നടന്നു. കശ്മീരി വനിതകൾ ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്നു എന്നാണ് പാകിസ്ഥാനിൻ്റെ പരാമർശം. UN-ൽ പാകിസ്ഥാൻ പ്രതിനിധി പരാമർശിച്ചതാണ് കശ്മീരിലെ വനിതകൾ ലൈംഗിക അതിക്രമത്തിന് നേരിടുന്നു എന്നുള്ളത്. ഇവൻ്റെയൊക്കെ രാജ്യത്ത് ഏതെങ്കിലും സ്ത്രീകളൊന്ന് വെറുതെ വിടുന്നുണ്ടോ എന്നുള്ളതാണ്. സ്ത്രീകൾക്കൊന്ന് സമാധാനത്തോടെ പുറത്തിറങ്ങി ഇവൻ്റെയൊക്കെ രാജ്യത്ത് നടക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. കശ്മീരൊക്കെ ഇപ്പോൾ ആളുകൾ യാത്രയ്ക്ക് പോകാൻ തുടങ്ങി, ടൂറിസ്റ്റ് പ്ലേസായി. അവിടെയൊക്കെ വലിയ വികസനങ്ങൾ വരുന്നു. അതിൻ്റെയൊക്കെ മുറുമുറുപ്പ് കാരണം ഇടയ്ക്കിടയ്ക്ക് യവന്മാർ കയറി ഭീകരാക്രമണം നടത്തുന്നു. എന്നിട്ട് ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം എന്താ പറയുക, തുണി അഴിച്ചു നോക്കി തീർക്കുന്ന, കൊല്ലുന്ന ഒരു നീചന്മാരാണ് പറയുന്നത് കശ്മീരിലെ സ്ത്രീകൾ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നുവെന്ന്. എങ്ങനെ ഒരു 10 പെണ്ണും കെട്ടി അതിൽ 25 മക്കളെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നവന്മാരാണ് ഈ പറയുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഈ പാകിസ്ഥാൻ പ്രതിനിധി ഇത്രയൊക്കെ പറഞ്ഞങ്ങ് വീമ്പിളയ്ക്ക് ആളാവാൻ നിന്നപ്പോൾ ഇന്ത്യയുടെ രൂക്ഷമായ വിമർശനം എത്തി. അതായത് ഇന്ത്യ പറഞ്ഞു, പാകിസ്ഥാൻ തെറ്റായ വിവരങ്ങളും അതിശയോക്തികളും കലർന്ന പരാമർശത്തിലൂടെ ലോകത്തെ വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്. സ്വന്തം ജനങ്ങളെ ബോംബിട്ട് കൊല്ലുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. നീയൊക്കെയാണോടാ ഇന്ത്യക്കെതിരെ ഈ ഒരു നിലപാട്, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ നടക്കുന്നത്? നിൻ്റെയൊക്കെ ആളുകളെ തന്നെ നീയൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ബോംബിട്ട് കൊല്ലുന്ന, അത് കണ്ട് ആഹ്ലാദിക്കുന്ന നീയൊക്കെയാണോടാ ഇന്ത്യയെ പറയാൻ? എന്നൊക്കെ എന്ത് യോഗ്യത ഇരിക്കുന്നതാണെന്നാണ് ഇന്ത്യയുടെ UN-ലെ സ്ഥിരം പ്രതിനിധിയായ പർവതേനി ഹാരിഷ്, അദ്ദേഹം പാകിസ്ഥാൻ്റെ വായടപ്പിക്കുന്ന നല്ല ഒന്നാം തരം മറുപടി കൊടുത്തു. ഇങ്ങോട്ട് കളിക്കാൻ വരല്ലേ മോനെ. നിൻ്റെയൊക്കെ രാജ്യം ഒന്ന് നെഴിച്ചിട്ടില്ല ഇന്ത്യയുടെ മുട്ടൻ. അതൊക്കെ 2013 മുൻപ്. 2014 ശേഷമുള്ള ഇന്ത്യ വേറെ ലെവലാണ്. അതുകൊണ്ട് മോന് കളിക്കുമ്പോൾ ആളറിഞ്ഞ് കളിക്കും, നല്ലതായിരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ 1.0 ഞങ്ങൾ തീർത്തിട്ടുള്ളൂ, ബാക്കി പുറകെ വരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട് എന്നുള്ള ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. വനിതകൾ, സമാധാനം, സുരക്ഷ എന്നീ വിഷയങ്ങളിലായിരുന്നു ചർച്ച. ഇന്ത്യക്കെതിരെ, പ്രത്യേകിച്ച് ജമ്മു കശ്മീരിനെതിരെ എല്ലാ വർഷവും പാകിസ്ഥാൻ അധിക്ഷേപം നടത്തുകയാണ്. സ്ത്രീ സുരക്ഷ, സമാധാനം, സുരക്ഷാ അജണ്ട എന്നിവയിൽ ഇന്ത്യയുടെ പ്രവർത്തനം കളങ്കരഹിതമാണത്രേ. ഭീകരവാദികളെ മാത്രം വളർത്തുന്ന, ഭീകരവാദികൾക്ക് വേണ്ടി മാത്രം ഫണ്ട് സ്വരൂപിക്കുന്ന, ഭീകരവാദികൾക്ക് വേണ്ടി മാത്രം ഒരു രാജ്യമുള്ളതാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ പറയണ ഇവനെയൊക്കെ അവിടെ തന്നെ ഇട്ട് തീർക്കണ്ടേ. 1971 ഓപ്പറേഷൻ സെർച്ച് ലെറ്ററിലൂടെ സ്വന്തം ജനങ്ങളെ ബോംബിട്ട് കൊല്ലാനും പീഡിപ്പിക്കാനും വംശഹത്യ നടത്താനും പട്ടാളത്തിന് അനുമതി നൽകിയ ഒരു രാജ്യത്തിന് തെറ്റായ വിവരങ്ങൾ പങ്കുവച്ച് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് പർവതേനി ഹരീഷ് ആഞ്ഞടിച്ചത്. ഇതോടെ പാകിസ്ഥാൻ ഇപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലെന്നറിയില്ല. നേരത്തെ UN-ലെ പാകിസ്ഥാൻ പ്രതിനിധി സൈമ സലീമാണ് ഇന്ത്യ വിമർശിച്ച് രംഗത്തെത്തിയത്. സൈമയുടെ ഹാപ്പീസ് ഇന്ത്യ പൂട്ടി. കശ്മീരിലെ സ്ത്രീകൾക്ക് നേരെ പതിറ്റാണ്ടുകളായി ലൈംഗിക അതിക്രമണം നടക്കുകയാണ്. എന്നാൽ നീയൊക്കെ ആയിരിക്കും നടത്തുന്നത്. UN-ന്റെ മനുഷ്യാവകാശ കമ്മീഷണറും ആംനെസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഉൾപ്പെടെയുള്ള സംഘടനകളും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടത്രേ. മാധ്യമപ്രവർത്തകർക്ക് നേരെയും അവിടെ അതിക്രമം നടക്കുകയാണ്. ഇതിന് മറുപടി നൽകിയ പർവതേനി ഹാരിഷ് 1971 ബംഗ്ലാദേശ് പ്രസ്ഥാനം അവസാനിപ്പിക്കാനായി അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ സൈന്യം നടത്തിയ അതിക്രമങ്ങൾ അങ്ങ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നേരത്തെ പാകിസ്ഥാനിലെ ഹൈബർ പഷ്തൂൺ പ്രവിശ്യയിൽ പാക് വ്യോമസേന നടത്തിയ ബോംബാക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. മരിച്ചവരിൽ നിരവധി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാൻ പോർ വിമാനങ്ങൾ തിരാക് താഗൂരിലെ മാത്രേ ദാര ഗ്രാമത്തിൽ 8 LS-6 ബോംബുകളാണ് ഇട്ടത്. കുട്ടികളടക്കം മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയുണ്ടായി. ബോംബ് സ്ഫോടനത്തിൽ ഗ്രാമത്തിന്റെ ഏതാണ്ട് ഭൂരിഭാഗവും നശിച്ചു. തെഹരീക് താലിബാൻ ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ വ്യോമസേന ബോംബിട്ടതെന്ന് റിപ്പോർട്ടുകൾ. എന്നാൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരായ ഗ്രാമവാസികളാണ്. ഭീകരർക്കെതിരെ എന്ന പേരിൽ മുമ്പും ഹൈബർ പഷ്തൂൺ മേഖലയിൽ പാക് സൈന്യം ബോംബാക്രമണം നടത്തിയിട്ടുണ്ട്. നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്.
ആ പാകിസ്ഥാനാണ് സ്വന്തം ജനതയെ, അതായത് ഭീകരർക്കെതിരെ ഞങ്ങൾ ബോംബിടുന്നു എന്ന് പറഞ്ഞ് സാധാരണക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ പറയുകയാണ് കശ്മീരിൽ സ്ത്രീകൾ ലൈംഗിക അതിക്രമങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുവെന്ന്. ഇവനൊക്കെ 10, 15, 20 ഭാര്യമാരെയും അതിൽ കുറേ കുട്ടികളെ ഉണ്ടാക്കി ഭാര്യമാർ അല്ലെങ്കിൽ സ്ത്രീകൾ വെറും ഉപയോഗ വസ്തുക്കൾ മാത്രമാണെന്ന് പറഞ്ഞ് സ്ത്രീകളെ ചാക്കിൻ്റെ അകത്ത് കെട്ടി അവരെ പലർക്കും കാഴ്ച വെച്ച് അല്ലെങ്കിൽ പ്രായമായ സ്ത്രീകൾ അല്ലെങ്കിൽ കൊച്ചു പെൺകുട്ടികളെ ഒക്കെ ഇവൻ്റെയൊക്കെ ലൈംഗിക അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഇവനൊക്കെയാണ് പറയുന്നത് ഇത് കശ്മീരിൽ സ്ത്രീകൾ ലൈംഗികപരമായ അതിക്രമങ്ങൾ നേരിടുന്നുണ്ടെന്ന്. ഈ കേരളത്തിലും ഇന്ത്യയിലും കുറേ പാകിസ്ഥാൻ സ്നേഹികളുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാൻ സ്നേഹികളോടാണ് ചോദിക്കുന്നത്, സത്യത്തിൽ നിൻ്റെയൊക്കെ പാകിസ്ഥാന് ഇതെന്തിൻ്റെ കേടാണ്? പെറ്റലുകളോട്ട് എൻ്റെ നാളെ കുറേ വാങ്ങിച്ചു പിടിച്ച്, അതായത് ഇന്ത്യയിൽ നയതന്ത്രജ്ഞ UN കൃത്യമായ മറുപടി കൊടുത്തു. പെറ്റലുകളോട്ട വലിച്ചു കീറി ഒട്ടിച്ചു. ഇപ്പോൾ ഹാരിഷ് അദ്ദേഹവും വലിച്ചു കീറി ഒട്ടിച്ചു. ഇനി കഴിഞ്ഞ ദിവസം ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു, മര്യാദയ്ക്കൊക്കെ നടന്നാൽ നിനക്കൊക്കെ കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൂപടത്തിൽ നിന്ന് തന്നെ നിന്നെയൊക്കെ തേച്ചു. അതായത് പാകിസ്ഥാൻ എന്ന രാജ്യം ഇനി ഉണ്ടാവില്ല ഇനി കളിച്ചാൽ എന്ന് കൃത്യമായി അദ്ദേഹം നിലപാട് സ്വീകരിച്ചു. നമ്മുടെ AP സിംഗ് പറഞ്ഞു, ഒരുപാട് യുദ്ധവിമാനങ്ങൾ അടിച്ച് തകർത്തിട്ട് എല്ലാം ചൈനീസിൻ്റെ ചാത്തന്മാരായിരുന്നു, ഞങ്ങൾക്ക് അതുകൊണ്ട് വലിയ പാടൊന്നുമില്ലായിരുന്നു, എല്ലാത്തിനെയും ഞങ്ങൾ പെട്ടെന്ന് അടിച്ച് തീർത്ത് വിട്ടു എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നടത്തിയിട്ട് പറയുകയാണ് ഇന്ത്യയിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല. ഞങ്ങളുടെ രാജ്യത്തിലെ സ്ത്രീകൾ സുരക്ഷിതരാണോ അല്ലയോ എന്നൊക്കെ നോക്കാം. ഞങ്ങൾക്കൊരു സർക്കാരുണ്ട്, ആ സർക്കാർ അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. നിൻ്റെയൊക്കെ രാജ്യത്തൊന്നും ഞങ്ങളുടെ സർക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? നീയൊക്കെ അവിടെ ഭീകരവാദം വളർത്തുന്നു, മദ്രസകളെന്ന് പറഞ്ഞുകൊണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, മദ്രസകളിൽ ഭീകരവാദികൾക്കുള്ള ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നു, എന്നിട്ട് ഇന്ത്യ എപ്പോൾ തകർക്കാം, ഇന്ത്യ എപ്പോൾ അടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ സാധനങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്നു. ഇപ്പം തെണ്ടി സൗദിയുടെ അടുത്ത് പോയി എന്നിട്ടൊരു കരാർ ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇന്ത്യ ഭയന്ന് കൂട്ടിനകത്ത് ഒളിച്ചിരിക്കുന്നു. എന്നിട്ട് 10 ആളെ കാണുമ്പോൾ കൊച്ചിനെ വീരവാദം നടത്തുന്നത് പോലെയാണ്. അദ്ദേഹമൊക്കെ പ്രഗത്ഭ നടനാണ്, പക്ഷേ അദ്ദേഹമൊക്കെ ചില സമയത്ത് ചില സിനിമകൾ അദ്ദേഹം കാണിക്കുന്ന ഈ ഒരുപാട് ആളുകളുള്ളപ്പോൾ വീരവാദം നടത്തുന്നത് പോലെയാണ് പാകിസ്ഥാൻ്റെ ഒരവസ്ഥ കണ്ടാൽ. ഇവനൊക്കെ ഇനിയും ജീവിക്കേണ്ടതെന്നാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൈകൊണ്ട് തീരാനായിരിക്കും ഇവൻ്റെയൊക്കെ എന്താ പറയുക, ഇവൻ്റെയൊക്കെ അവസ്ഥയെന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും. ഇവൻ്റെയൊക്കെ അവസാനം അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ത്യയോട് ചൊറിഞ്ഞാൽ ഇന്ത്യ കൊടുക്കാൻ പോകുന്ന മറുപടികളും ഇന്ത്യ കൊടുക്കാൻ പോകുന്ന തിരിച്ചടികളും, ഇന്ത്യയുടെ ജനങ്ങളെയൊക്കെ ഒന്ന് തൊട്ടാൽ ഇവൻ്റെയൊക്കെ അടപ്പൂരി ഇന്ത്യ വിടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ അടപ്പൂരുമ്പോൾ ഇവനെയൊക്കെ മൊത്തം കത്തിച്ചിട്ടുള്ള ഊരലായിരിക്കും ഇന്ത്യ ഊരുന്നത്. അതുകൊണ്ട് നീയൊക്കെ പാകിസ്ഥാൻ സ്നേഹികളും ഇന്ത്യയിലുള്ള കുറേ എണ്ണം ഉണ്ടല്ലോ, നീയൊക്കെ കാത്തിരുന്നോ, പാകിസ്ഥാൻ്റെ അടപ്പ് ഇന്ത്യ ഉടനെ ഊരും.